അത് ഞാൻ ഇല്ലാണ്ട് ശരിയാവില്ല. ഞാൻ തന്നെ വന്നാലേ നടക്കുള്ളൂ. അത് നീ പറഞ്ഞ ശരിയാവില്ല. നിങ്ങൾ പോയാൽ ശരിയാവില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ പോയാൽ നടക്കില്ല. നല്ല രീതിയിൽ നടക്കണമല്ലോ കാര്യങ്ങൾ. ഞാൻ വന്നാലേ ശരിയാവുള്ളൂ. എന്താ കുടിക്കാൻ കൊടുത്തവർക്ക്? കുടിക്കാനൊന്നും കൊടുത്തില്ല. ഇല്ല, ഒന്നും വേണ്ട. ഞങ്ങള് മസാല ദോശ ആ പാഷൻ ഫ്രൂട്ട് അല്ല, അത് പറിച്ചു വെച്ചത് തീർന്നു. ഞാൻ പോയി പറിച്ചു. വേണ്ടെന്നേ, നീ പോയത് ശരിയാവില്ല. ഞാൻ പോയി വേണ്ട. ഞാൻ പറിക്കാം. നീ ഒന്ന് പോയി. അതാ വള്ളിയൊക്കെ പൊട്ടി തകട് കൂടിയോ. അതൊന്നും വേണ്ട. ഈ തോന്നാണ്ട് ആരെ കൊണ്ടൊന്നും ജയിക്കൂലെന്ന് പറഞ്ഞ ചിരകില്ലതൊക്കും കൊണ്ട് വഴികളിൽ പല നാളെ പല വിധമടവുകൾ പയറ്റിയലഞ്ഞൊരു ഞാനേ അതെ, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഡേറ്റ് ഉണ്ടാവും നോക്കാം അവന്. അത് അവരോട് പറഞ്ഞ് മാറ്റി പറയണ്ടല്ലോ. നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കണം. ഞാൻ വിളിച്ചോളാം. എന്താ? റക്ക വെച്ച വാനത്തെ അള്ള കത്തി നിന്ന കാരണമില്ല ഓരണിക്ക தேவையில்ல ஓட பக்கம் பூ காஞ்சதில்ல ஓசை இப்போ ചെയ്തിട്ടാ എന്തത്? അല്ല, ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തൂക്കലടിച്ച കോയിനുമാരി കുത്തിരിക്ക. ഇവിടെ നിങ്ങൾക്ക് എന്തൊരു കുറവുള്ളത്? ഇത് സ്വർഗല്ലേന്ന്? എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്ത് ഡിപ്രഷൻ ഉണ്ടോ? അതല്ല പോയതോ. ഒരുപാട് കാര്യങ്ങള് ഞാൻ മാത്രം ചെയ്താൽ ശരിയാവണ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാണ്ട് ചത്തങ്ങോട്ട് പോയി. അതെ, നമ്മൾ ഇങ്ങോട്ട് വരണമെന്ന് നമ്മൾ തീരുമാനിക്കണമല്ല. അതൊക്കെ പഠിത്തോന്ന് തീരുമാനിക്കണ. മുമ്പ് തീരുമാനിച്ചാൽ നമ്മളിങ്ങോട്ട് പോരണം. അപ്പൊ കുറെ കാര്യങ്ങൾക്ക് അവിടെ ബാലൻസ് ആയിട്ട് കിടക്കൂ. അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ലാന്ന്. ഇപ്പൊ എന്റെ കാര്യം നോക്കി നിങ്ങള്. ഫുൾ ബോഡി ചെക്കപ്പിന് പോകാൻ ഞാൻ ആശുപത്രിയിൽ കുറെ ദിവസമായി ഭാര്യ പറയണേ. ഫുൾ ബോഡി ചെക്കപ്പിന് പോയി ചെക്കപ്പ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഡോക്ടർ തോളത്ത് തട്ടി വിട്ട തന്നെ. ഞാൻ ഹാപ്പി ആയിട്ട് വന്ന് ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മൊബൈൽ എടുത്ത് ഭാര്യനോട് വിവരം ഒന്ന് പറഞ്ഞുകൊണ്ട് ക്രോസ് ചെയ്തതാ. ഒരു ലോറി വന്നിട്ട് സ്പോട്ടില്. പണ്ടത്തെ റോഡല്ലല്ലോ. പണ്ടൊക്കെ റോഡ് കൊണ്ട് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ. ഇപ്പൊ ഈ 6 വരിപ്പാത മുറിച്ചെടുക്കാൻ കുറച്ചുകൊണ്ട് പോണേ. ഇതിന്റെ അടുക്ക ലോറി കൊണ്ട് വന്ന് അപ്പൊ തീർന്ന്. എനിക്കിപ്പോ മരിച്ചതിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല. കിഴക്കമ്പലത്ത് എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നേ. ആ സ്ഥലം കൊടുത്തിട്ട് നിലവിലുള്ള എന്റെ വീട് അങ്ങോട്ട് തട്ടിപ്പൊളിച്ചിട്ട് നല്ലൊരു വീട് കയറ്റി താമസാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ആര് ചെയ്യും? ആര് ചെയ്താലാ ശരിയാവുക? ഞാനില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് നല്ല ഉറപ്പ് എനിക്കുണ്ട്. എന്റെ പെങ്ങളുടെ മോണ്ട് പ്യാരി, അവന്റെ വിവാഹം, അത് വേണ്ട രീതിയിൽ നല്ലൊരു കുടുംബത്തിലേക്ക്, നല്ല കുടുംബത്തിൽ നിന്നുള്ളൊരു കുട്ടീനെ അവനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഇറങ്ങി തിരിക്കാൻ സമയം കിട്ടണ്ടേ? ഞാനില്ലാതെ ഇവരെങ്ങാനും ഇറങ്ങിപ്പോയിതാ ചെയ്താൽ അത് അവതാളത്തിലാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാ. ആ വിറ്റുകളൊന്നും ചെയ്താൽ ശരിയാവില്ല. ഇപ്പൊ എന്തായിരിക്കും അവരുടെ സ്ഥിതി? അതൊന്നും അങ്ങനെ. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് ഒരു താലൂക്ക് കമ്മിറ്റി ഓഫീസ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ കെട്ടിട നിർമ്മാണത്തിനുള്ള എല്ലാ പദ്ധതികളും നടപ്പാക്കി. അതും ചെയ്യാൻ പറ്റും. കൂടെയുള്ള പാർട്ടി അംഗങ്ങളുടെ കാര്യം ആലോചിച്ച ഞാനില്ലെങ്കിൽ ഒരു ഭാഗ്യം നേരെ ചൊവ്വ അവര് ചെയ്യില്ല. ഉറപ്പുള്ള കാര്യ. ഞാൻ ഇല്ലാണ്ട് അവിടെ ഒന്നും പറ്റില്ല പോയതോ. അത് ആലോചിച്ചിട്ട് എനിക്ക് സമാധാനം ഇല്ലാത്ത. നിങ്ങൾ വേണോ അല്ലേ? നിങ്ങളാണെങ്കിൽ പടി. അത് വല്ലാത്തൊരു മരണമായി. പെങ്ങളുടെ മോന്റെ കല്യാണാലോചനയായിട്ട് അളിയനും അവനും കൂടി വന്നു. വർത്തമാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോണ നേരത്ത് ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പാഷൻ ഫ്രൂട്ട് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മരത്തിൽ കയറിയതാ. ഒരു കോണി വെച്ച് അതിന്റെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുമ്പോ എനിക്കൊരു തോന്നല്, മടക്കുത്തി കയറുമ്പോ അതൊരു സുഖമില്ലല്ലോ. മടക്കുത്തി അഴിച്ചിട്ട് കയറാന്ന് പറഞ്ഞു മടക്കുത്തി അഴിച്ച് 2ാമത്തെ സ്റ്റെപ്പ് കയറലും
തുണിയിൽ ചവിട്ടിയതാ കിടക്കുന്നത് താഴ്ത്തി. പിന്നെ നേരെ ഇവിടേക്കുള്ളൊരു വരവാ. ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യമോ. ഇങ്ങനെ എത്ര ആൾക്കാരെ ഇവിടെ കിടക്കണേ. അതെ, നിങ്ങളിങ്ങനെ മൂടോട്ടായിട്ടിരിക്കില്ലേ? നമുക്ക് നാട്ടിലത് പോയാലോ? അതെ അത് ശരിയാവില്ല. അതെ, എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആ ഞാനില്ലാത്ത സാഹചര്യത്തിൽ അവിടുത്തെ ഒരു അവസ്ഥ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ പോയത്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കല്ലേന്ന്. ചിന്തിക്കാണ്ട് എങ്ങനെ? വകതിരിവില്ല. ഞാനില്ലാണ്ട് അവിടെ ഒരു കാര്യം നടക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാ. ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക് ഒന്ന് നാട്ടിൽ പോയിട്ട് ഓരോന്ന് കണ്ടുവരുമ്പോഴുള്ള സന്തോഷം എന്താ? ഞാൻ ഇടക്കിടക്ക് പോയി വരണ. ഞാൻ ഇപ്പൊ പോണ കാര്യം എന്താ അറിയെങ്കിൽ, എന്റെ ഭാര്യ ഉണ്ടല്ലോ സൂറ, ഓളെ കല്യാണം മറ്റന്നാള്. അതെ. ഞാൻ മയ്യത്തായിട്ട് 1.5 കൊല്ലമായിട്ടുള്ളൂ. ഓള് തീരുമാനം എടുത്തു. എനിക്ക് അതിന് മുമ്പ് ഓളൊന്ന് കാണണമെന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് പോകുന്നുണ്ട്. നിങ്ങളും പോരി, നമുക്ക് എനിക്കും കാണാമല്ലോ നിങ്ങളെ കുടുംബത്തിനൊക്കെ ഒന്ന്. നിങ്ങൾ വരീന്ന്. കുടുംബം തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയം എന്റെ മുഖത്ത്. എന്താ അവരൊക്കെ കാട്ടി കൂട്ടിണ്ടാവുക എന്നുള്ളത് ഒരു പിടുത്തൂല. ഇതൊന്ന് കാണാലോ നമുക്ക്. എന്തൊക്കെയാ കാട്ടിക്കുട്ടിയൊക്കെ അറിയാലോ. നിങ്ങൾ വരി. മൊയ്തോ, ഇത് ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇതോ? ആ, പക്ഷെ ഇതിവിടെ വേറെ ഏതോ വലിയ ബിൽഡിംഗ് ഒക്കെ വന്നേക്കണു. അല്ല, പാർട്ടി ഓഫീസ് തന്നെ ആയിരിക്കും ചിലപ്പോ ഇത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത്രയും വലിയ ബിൽഡിങ്. എന്താ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നമുക്ക് പോയി നോക്കാം. വാ. സ്ഥലം നമ്മളിത് തുടങ്ങാൻ പോകുന്നു. തുടങ്ങണം. ആയിക്കോട്ടെ. ഇനി നമ്മുടെ ആരെങ്കിലും പുറത്ത് വന്നത് ഇനി കയറാൻ ബാക്കിയുണ്ടോ? എല്ലാരും വന്നില്ലേ? തുടങ്ങാം. തുടങ്ങി. ഏറെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, അതാരാത്? സത്യശീലൻ. നമ്മുടെ പാർട്ടിയുടെ എല്ലാമായ ശീതളേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം തികയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് 1 മിനിറ്റ് മൗനമായിട്ട് നിൽക്കാം. ഹലോ, നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കണേ? നിങ്ങൾ മരിച്ചതിന് ഒരു പ്രാർത്ഥിക്കുകയാണ്. ഉണ്ടോ? സാധാരണ ഇത്ര നേരമൊന്നും ഈ മൗനപ്രാർത്ഥന ഉണ്ടാവില്ല. ഇതിപ്പോ നിങ്ങളോടുള്ളൊരു ആദരവ് തന്നെയാണ്. ഞാൻ അത്രയും പ്രവർത്തിച്ചിട്ടുണ്ടേ. ഉണ്ടാവും. ഞാൻ ഇല്ലാണ്ടൊരു കാര്യം ഇവിടെ നടന്നിരുന്നില്ല. അതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ശീതളേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷം നമ്മുടെ പാർട്ടിയുടെ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മൻമോഹൻ സാറിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. പിന്നെ ഒരു കാര്യം, എന്റെ സത്യേട്ടാ, ഞാൻ ഈ സ്ഥാനത്ത് വന്നു നമ്മളുടെ എന്നെ സാറിനൊന്നും വിളിക്കല്ലേ. തുല്യരാണ്. അതൊന്നും നമുക്ക് അങ്ങനെയില്ല. സ്നേഹബഹുമാനം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ് എന്നെ സംബന്ധിച്ച്. കാരണം നമ്മുടെ പാർട്ടിയുടെ എല്ലാം ആയിരുന്ന നമ്മുടെ ശീതളേട്ടൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. ശീതളേട്ടനെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. പ്രസ്ഥാനങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് പാർട്ടി ചുമതല എന്നെ ഏൽപ്പിച്ചത്. പക്ഷെ ഞാൻ ഈ സ്ഥാനത്ത് വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞത്. ശീതളേട്ടൻ
പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന് പലതും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്ന നമ്മുടെ ഈ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം, അതിന്ന് എൻ്റെ പ്രയത്നം കൊണ്ട് അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാനിപ്പോൾ അഭിമാനിക്കുകയാണ്. പറയാൻ പാടില്ല എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ശീതളേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ പാർട്ടി മന്ദിരം അത് വെറും സ്വപ്നമായി തന്നെ നിന്നേനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹത്തിന്റെ രീതികൾ വെച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ടൊന്നും തിന്നേയില്ല, മറ്റുള്ളവരെ തീറ്റിക്കുകയില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മുടെ പല കാര്യങ്ങളും. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു ആസ്ഥാന മന്ദിരത്തിൽ നമുക്കിവിടെ ഒത്തുകൂടാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ എന്റെ ശ്രമം എന്താണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും. നിങ്ങളൊക്കെ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം പാർട്ടിയിലേക്ക് വന്ന ഒരുപാട് പുതിയ മെമ്പർമാരുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ഈ ശീതളേട്ടൻ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും തുടങ്ങാനായിട്ട് ശ്രമിച്ചു. അതിലിപ്പോ ഓരോന്നായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടക്കമാണ് ഈ പാർട്ടിയുടെ മന്ദിരം. ഇനി അടുത്തത് നമ്മുടെ ഒരു പാർട്ടിയുടെ ഗസ്റ്റ് ഹൗസ്, നമ്മുടെ മറ്റ് ജില്ലകളിൽ നിന്നും വരുന്ന പ്രവർത്തകർക്ക് അത്യാവശ്യം ഒന്ന് തങ്ങാനുള്ള ഒരു താവളം, അതെല്ലാം നമ്മൾ ഉടനെ തന്നെ പണി തുടങ്ങുന്നതാണ്. പിന്നെ നമ്മൾ അടുത്ത് പ്രധാനമായിട്ടും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു വിഷയം, നമ്മുടെ ഈ പാർട്ടി ആസ്ഥാന ഈ മന്ദിരത്തിന് ശീതളൻ മെമ്മോറിയൽ എന്ന് ഇടണമെന്ന് പറഞ്ഞ് കുറച്ച് പേര് പറഞ്ഞു. പക്ഷേ അതിലേറെ അതിന് എതിർപ്പുമായിട്ട് കുറെ നമ്മുടെ അംഗങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊരു ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനത്തിലെത്താം എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് പദ്ധതികൾ എൻ്റെ മുന്നിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. അതെല്ലാം നടപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും. ആ പിന്തുണ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു കയ്യടി എന്ന് തന്നെ. നേതാവേ ധീരതയോടെ നയിച്ചോളൂ. മന്മഥേട്ട നേതാവേ ധീരതയോടെ നയിച്ചോളൂ. മന്മഥേട്ട നേതാവേ ധീരതയോടെ നയിച്ചോളൂ. ഈ മന്ദിരത്തിന് നിങ്ങളെ പേരിടുന്നതിന് ആരെ എതിർപ്പെന്ന് പറഞ്ഞേ? അവൻ തന്നെ മന്മഥൻ. മന്മഥേട്ട നേതാവേ ധീരതയോടെ നയിച്ചോളൂ. ആദ്യം നിങ്ങൾ അങ്ങോട്ട് ടോപ്പാക്കിയിട്ട് പിന്നെ നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും നടക്കില്ല എന്ന് അവര് പറഞ്ഞു. നിങ്ങളൊരു പോകാനായിട്ട് ഒരു കാണുന്നത്. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വരണ്ടാണ്. വരാണ്ട് എങ്ങനെയാണ്? വന്നോണ്ടല്ലേ ഇപ്പൊ ഇതൊക്കെ കാണാൻ പറ്റി. ഇത് നിങ്ങളെ സ്വപ്നമല്ലേ? ഇനി ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും മതി. ഇതൊക്കെ ഞാൻ കുറെ കേട്ടോ. നടക്കി നിങ്ങള് മതി, നടക്കി. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നോക്കാം. എന്താ ഇയാള് കാണിക്കുന്നത്? ഇങ്ങനെ നല്ലത്. ഭാര്യ രണ്ടാരാ? ഇതെങ്ങനെ? ഹാപ്പി ലൈഫാട്ടോ. താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ പാടിനു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടി ഭാഗ്യ കാറ്റു നല്ലൊരു കുട്ടീനെ കിട്ടി. കലക്കി എടുത്തത് കാണുക. ഇത് കൊള്ളാം. അപ്പൊ എണ്ണിന്റെ മൊത്തം കുറച്ചുകൂടി നന്നാക്കായിരുന്നു അല്ലേ?
ആ ഇനി മറ്റേ പാട്ട് നോക്കാം. മറ്റേ പാട്ട് അല്ല മതി, ഇനി പോവാ, റെഡിയാവും. എവിടെ പോവാൻ? ആ മണ്ടുമായി അവിടെ കാത്തുണ്ടാവില്ല, അളിയന്റെ ആണ്ടല്ലേന്ന്. ആ അമ്മാവ് മരിച്ചിട്ട് കൊല്ലൊന്നായല്ലേ? പിന്നെ സമയം പോയി അറിഞ്ഞില്ല. റെഡിയായി പോവാ നമുക്ക്. എന്തിന് റെഡിയാവണ്? അച്ഛ അവര് ഹാപ്പി ആയിട്ട് ജീവിക്കാണ്. അമ്മാവൻ ഇപ്പെങ്കിലും മരിച്ചത് നന്നായി, അതുകൊണ്ട് എനിക്ക് ഇവളെ കിട്ടി. ഒരു 5 കൊല്ലം മുമ്പ് ചത്തേച്ചെങ്കിൽ എന്റെ മക്കളിപ്പോ ഇവിടെ കിടന്ന് ഓടിക്കളിച്ചാനെ. എടി ഞാൻ പറഞ്ഞല്ലേ, ഫാഷൻ ഫ്രൂട്ട് പൊട്ടിക്കാൻ കയറി നിലത്ത് വീണ് തലാലി മരിച്ച ശീതളൻ അമ്മാവന്റെ കാര്യം. അതെ അത് നോട്ടെ, നമുക്കിത് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഇട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. എന്നാലും വൈകുന്നേരം അതുവരെ പോവാട്ടാ. അച്ഛൻ വേണേ ഒന്ന് പോയിട്ട് വാ. നിങ്ങൾ വരില്ല? പിന്നെ പശുവും ചത്ത് മോരിലെ പുളിയും പോയി.